ഒരു ചെറിയ കുട്ടിയോട് നീ വലുതാകുമ്പോൾ എന്താകുമെന്ന് ചോദിച്ചാൽ അവൻക്ക് ഒരുപാട് മറുപടി ഉണ്ടാവും. ഞാൻ ഡോക്ടറാവും, ഞാൻ എൻജിനീയറാവും, ഞാൻ പൈലറ്റാവും, ഞാൻ ശാസ്ത്രജ്ഞനാവും. എന്നാൽ ഇതേ കുട്ടിയോട് ഒരു 30 വയസ്സ് ആയ സമയത്ത് നമ്മൾ ചോദിച്ചാൽ അവൻ പറയും, എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതിയായിരുന്നു. എന്തുകൊണ്ടാണ് വലുതാകുന്നതിനനുസരിച്ച് നമ്മളുടെ സ്വപ്നങ്ങളും വളരാത്തത്? അത് ചെറുതായി പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു കഥ പറയാം. ഒരു അധ്യാപകൻ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ വലുതാകുമ്പോൾ എന്താകും? ഒരു കുട്ടി പറഞ്ഞു, ഞാൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനാവും. മറ്റു കുട്ടികളെല്ലാവരും ഇത് കേട്ട് ചിരിച്ചു. കാരണം ആ കുട്ടി പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ഒരു കുട്ടിയായിരുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി ISROയിലെ അല്ലെങ്കിൽ നാസയിലെ വലിയ ഒരു ശാസ്ത്രജ്ഞനായി മാറി. എന്നിട്ട് ആ കുട്ടി പറഞ്ഞു, എൻ്റെ മുമ്പിലുള്ള തടസ്സം സാമ്പത്തികമായിരുന്നില്ല. എൻ്റെ വിജയത്തിനുള്ള വലിയ തടസ്സം എൻ്റെ സാമ്പത്തികവും എൻ്റെ കുടുംബവും എൻ്റെ ഒന്നുമില്ലായ്മയുമല്ലായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ തടസ്സം നിനക്കിതിനൊന്നും സാധിക്കില്ല, നിനക്കിതൊന്നും കഴിയില്ല എന്ന് മറ്റുള്ളവരുടെ വാക്കുകളായിരുന്നു എൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളി. കുട്ടികളുടെ മനസ്സ് സാധ്യതകളുടെ ലോകത്താണ്. അവർക്ക് എന്ത് സാധ്യമാണ് എന്നതിനേക്കാൾ പ്രധാനം എന്ത് മനോഹരമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും മനോഹരമായ സാധ്യതകളെ അവർ സ്വപ്നം കാണുന്നു. അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ല. പിന്നീട് വലുതാകുമ്പോൾ സമൂഹമാണ് അവരെ പലതും പഠിപ്പിക്കുന്നത്. നിൻ്റെ സാമ്പത്തികാവസ്ഥ ഈ സ്വപ്നത്തിന്, എൻ്റെ ഈ ലക്ഷ്യത്തിന് യോജിച്ചതല്ല. നിൻ്റെ ചുറ്റുപാട് അതിന് യോജിച്ചതല്ല. നിൻ്റെ നാട് അതിന് യോജിച്ചതല്ല. നിനക്കതിനുള്ള ബുദ്ധിയില്ല എന്ന് സമൂഹം അവനെ പലതും പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും അവർ സ്വപ്നം കാണുന്ന വലിയൊരു കഴിവ് നേടിയെടുക്കാനുള്ള ഊർജം അവൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ സമൂഹം പറയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി നമ്മൾ പുനർനിർണ്ണയിക്കുമ്പോഴാണ് നമുക്ക് ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാത്തത്. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ പരീക്ഷയിൽ പരാജയപ്പെട്ടേക്കാം, ബിസിനസ്സിൽ പരാജയപ്പെട്ടേക്കാം, നമ്മുടെ ജീവിതത്തിൽ തോൽവികൾ ഉണ്ടായേക്കാം. ആ സമയത്ത് നമ്മൾ പതറാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയമുണ്ടാവും. പക്ഷേ ഇങ്ങനെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് പറയും, എന്തിനാണ് ഈ വലിയ വെല്ലുവിളികളും വലിയ സ്വപ്നങ്ങളും ഒക്കെ കാണുന്നത്? ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കണ്ടാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സതിനെ പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മളെ സ്വപ്നങ്ങളെ ചുരുട്ടിക്കെട്ടാൻ മനസ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കും. അവിടെ ആ ശുഷ്കമായ മനസ്സിന് നമ്മൾ പിടികൊടുക്കാതെ മുന്നേറുമ്പോഴാണ് നമുക്ക് വലിയ സ്വപ്നം കാണാനും വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുക. വലിയൊരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ വൃദ്ധനാകുന്നത് അവൻ്റെ പ്രായം കൊണ്ടല്ല, അവൻ്റെ സ്വപ്നങ്ങൾ അസ്തമിക്കുമ്പോഴാണ് ഓരോ മനുഷ്യനും വൃദ്ധനാവുന്നത്. അതുകൊണ്ട് നമ്മുടെ വാർദ്ധക്യത്തിന് നമ്മളെ ശരീരത്തെ പിടികൊടുക്കാതെ വലിയ സ്വപ്നങ്ങൾ കണ്ട് വലിയ വലിയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.